ഹലോ ഓൾ, വെൽക്കം ടു CC Plus. എൻ്റെ പേര് അശ്വതി. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും 9th നവോദയയുടെ നമ്മൾ സ്ക്വയറിനെ പറ്റിയും സ്ക്വയർ റൂട്ടിനെ പറ്റിയൊക്കെ പഠിച്ചല്ല. ഇനി സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ, അതിന് പല മെത്തേഡ്സ് ഉണ്ട്. ലോങ് ഡിവിഷൻ മെത്തേഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇനി പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ചെയ്ത് തന്നെ നമുക്ക് പഠിക്കാം അല്ലെ. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിക്കേ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അതിന്റെ സ്ക്വയർ റൂട്ട്സ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ മാത്രമല്ല കേട്ടോ, വേറൊരു മെത്തേഡും കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഓക്കെ, അതാണ് എളുപ്പമെന്ന് തോന്നുന്നവർ അങ്ങനെ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ അതിന് എന്ത് വേണം, നമ്മുടെ ടേബിളും അതിന്റെ റൂൾസ് ഒക്കെ നല്ലപോലെ പഠിച്ചാൽ മാത്രമേ ആ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? 729 ആണ് അല്ലെ. അപ്പോൾ നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ യൂസ് ചെയ്യാം. 729. അപ്പൊ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാണ്. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈം നമ്പേഴ്സ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പ്രൈം നമ്പർ ഏതാണ്? 2 ആണ് അല്ലെ. 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ റൂൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഡിവിസിബിലിറ്റി റൂളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ എന്തിൽ എൻഡ് ചെയ്യണം നമുക്ക്? ഈവൻ നമ്പർ ആയിരിക്കണം അല്ലേ, ആണോ? അല്ല. അപ്പൊ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല. അടുത്ത നമ്മൾ 3 കൊണ്ട് ചെക്ക് ചെയ്യാണ്. 3 എന്താണ്? സം ഓഫ് ഡിജിറ്റ്സ്. ഓർമ്മയുണ്ടോ? എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ ഹോൾ നമ്പറും 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. എത്ര ടൈംസ് വരും? നമ്മൾ 7 എടുക്കണം. ആദ്യത്തെ 7 ആണല്ലേ. 7ൽ എത്ര ടൈംസ് വരും? 2 ടൈംസ് വരും. ആണോ? 3 2s are 6 വന്നു അല്ലെ. 6 വന്നു. പക്ഷെ നമുക്ക് 7 ഉണ്ട്, അപ്പൊ ഒരു റിമൈൻഡർ 1 ഉണ്ട് അല്ലെ. റിമൈൻഡർ 1 ഉണ്ട് അല്ലെ. ആ റിമൈൻഡർ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു. ഇനി അതിനെങ്ങനെയാ വായിക്കുന്നത് നമ്മള്? ഇനി നമ്മൾ അതിനെ 12 എന്നാണ് വായിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടെ ഒരു 2 ഉണ്ട്, നമുക്ക് റിമൈൻഡർ 1 നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പോ അവിടെ വരുന്ന നമ്പർ ഏതാണ്? ദാറ്റ് ഇസ് 12. ഓക്കെ, ഇനി 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരാ? 3 4s are 12. റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ അടുത്ത നമ്പർ കൺസിഡർ ചെയ്യാം. അപ്പൊ 9 ആണ്. 3 3s are 9. അപ്പോഴും റിമൈൻഡർ ഒന്നുമില്ല അല്ലെ. കിട്ടിയില്ലേ? ഡിവൈഡ് ചെയ്തു. ഇനി വീണ്ടും ചെക്ക് ചെയ്തേ. 2 + 4 6, 6 + 3 9. 9 is divisible by 3. അതുകൊണ്ട് ഈ നമ്പറും divisible by 3 ആണ്. ഓക്കെ, ഇനി 2 നമ്മൾ എടുക്കുകയാണ്. 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ 3 കൊണ്ട്? പറ്റില്ല, ചെറിയ നമ്പർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 24 ആയിട്ട് എടുക്കും. അതിന് ഒരുമിച്ച് എങ്ങനെ എടുക്കും? 24. എത്ര ടൈംസ് ആണ്? 8 3s are 24. റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ ഇല്ല. അപ്പൊ എന്താണ്? അടുത്ത നമ്പർ നോക്കുകയാണ് കേട്ടോ. അപ്പൊ 3 1s are 3. അവിടെയും നമുക്ക് റിമൈൻഡർ ഇല്ല. ഇനി വീണ്ടും 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. 3 2s are 6 അല്ലെ. 3 2s are 6. സ്പോട്ട് എന്തുണ്ട്? റിമൈൻഡർ നമുക്ക് റിമൈൻഡർ 2 ഉണ്ട് അല്ലെ. 8 ആയിരുന്നു, 6 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. റിമൈൻഡർ 2 ഉണ്ട്. ഇപ്പൊ ഇതെന്താ നമ്പർ? ഇപ്പോ ആ നമ്പർ എന്തായി? 21 ആയി. അപ്പൊ 3 7s are 21. അപ്പോഴും റിമൈൻഡർ ഒന്നും ഇല്ല. നമുക്ക് ഡിവിസിബിൾ ആണെങ്കിൽ റിമൈൻഡർ വരില്ല കേട്ടോ അവസാനം. സോ വീണ്ടും 3 9 3s are 27. വീണ്ടും 3, വീണ്ടും നമുക്ക് 3 കിട്ടി. വീണ്ടും 3 1 അല്ലെ. അപ്പൊ എവിടം വരെ നമ്മൾ ഡിവൈഡ് ചെയ്യണം? അൺടിൽ വി ഗെറ്റ് 1. 1 കിട്ടുന്നത് വരെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയാലോ. സ്ക്വയർ റൂട്ട് ഓഫ് 729 ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് എത്ര 3 ഉണ്ട്? 1 2 3 4 5 6. 6 എണ്ണം ഉണ്ടല്ലേ. ഓക്കെ, നമുക്ക് 6 3 ഉണ്ട്. അപ്പോ നമ്മൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. സ്ക്വയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു നമ്പറിനെ അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴേക്കും നമ്മൾ അതിനെ അൺഡു ചെയ്യാണ്. അതായത് 2 തവണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മാറ്റിയിട്ട് 1 തവണ ആ നമ്പർ എടുക്കുകയാണ് അല്ലെ. അപ്പൊ സ്ക്വയർ റൂട്ടിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? 2 തവണ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ അത് അൺഡു ചെയ്യാൻ മീൻസ് അത് 1 തവണയായിട്ട് നമ്മൾ വെളിയിലേക്ക് എടുക്കും. ഓക്കെ, അപ്പൊ നമുക്ക് 6 തവണ വന്നിട്ടുണ്ടെങ്കിൽ 3 എത്ര തവണ വെളിയിൽ വരും? 3 തവണയെ നമുക്ക് കിട്ടുള്ളൂ. ഒരു പെയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരെണ്ണമേ സ്ക്വയർ റൂട്ടിനെ വെളിയിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്തുകൊണ്ടാണ്? സ്ക്വയർ റൂട്ട് ആണ്, നമ്മൾ സ്ക്വയർ ചെയ്തത് അൺഡു ചെയ്യാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ 3 × 3 × 3 എന്താ വരാ? 1 by 1 വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ.
അപ്പൊ 3 into 3 9, 9 3s are 27. അപ്പൊ എന്താണ് 27 ആണ് സ്ക്വയർ റൂട്ട് ഓഫ് 729 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 27ന്റെ സ്ക്വയർ ആണ് ഇതായി കാണുന്നത് 729. കിട്ടിയില്ല എല്ലാവർക്കും? സംശയം ഉണ്ടോ ഇതില്? ഓക്കെ, ഇതൊരു മെത്തേഡ്. ഇനി നമ്മൾ രണ്ടാമത് വേറൊരു ഷോർട്ട് കട്ട് ഒന്ന് നോക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 729 നമ്മൾ 10ന്റെ മൾട്ടിപ്പിൾസിന്റെ സ്ക്വയർ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പൊ 10 സ്ക്വയർ 100 ആണ്. 20 സ്ക്വയർ 400 ആണ്. എങ്ങനെയാണ് 10ന്റെയും 20യുടെ ഒക്കെ സ്ക്വയർ എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവോ? 10ന്റേത് വരുമ്പോ നമുക്ക് എന്ത് പറയാം, 10 into 10 100 അല്ലെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, 1ന്റെ സ്ക്വയർ 1, പിന്നെ ഒരു 0 ഉണ്ടെങ്കിൽ അത് 2 ആകും. ഇനി ഇവിടെയാണെങ്കിൽ 2ന്റെ സ്ക്വയർ 4, ഒരു 0 ഉണ്ടെങ്കിൽ അത് 2 ആകും. ഓക്കെ, ഇനി 30യുടെ സ്ക്വയർ ആണെങ്കിലോ 3 സ്ക്വയർ 9 ആണ്, ഒരു 0 എന്താകും, 2 ആകും. കണ്ടോ? അപ്പൊ നമുക്ക് തൽക്കാലം ഇത്രയും മതി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ നമ്പർ 729 ആണ് അല്ലെ. 729 നമുക്ക് ഇവിടെ 900 വരെ കിട്ടി. അപ്പൊ 729 എവിടെയാന്ന് പറയാം, സംവെയർ ഇൻ ബിറ്റ്വീൻ ദിസ് അല്ലെ. അപ്പൊ 400നും 500 ഇത് സ്ക്വയർ നമ്പർ ആയിരിക്കും. ആ സ്ക്വയർ നമ്പർ ഈ രണ്ട് സ്ക്വയർസിന് ഇടയ്ക്കായിരിക്കും വരുന്നത് അല്ലെ. 20 സ്ക്വയറിനും 30 സ്ക്വയറിനും ഇടയ്ക്ക്. പിന്നെ നമ്മൾ റൂള് പറഞ്ഞ ഓർമ്മയുണ്ടോ, ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 9ൽ എൻഡ് ചെയ്യുന്നത്? ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് 9ൽ എൻഡ് ചെയ്യുന്നത്? രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്തായിരിക്കാം, ഒന്നെങ്കിൽ 23 സ്ക്വയർ ആയിരിക്കാം, അല്ലെങ്കിൽ 27 സ്ക്വയർ ആയിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി കിട്ടി, നമുക്ക് രണ്ട് നമ്പറിലേക്ക് ചുരുങ്ങി കിട്ടി അല്ലെ. ഇപ്പൊ നമുക്ക് രണ്ട് നമ്പറേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് രണ്ടും ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഏതിനോടാണ് അടുത്ത് നിൽക്കുന്നതെന്ന് നോക്കുക. 729 900നോടാണോ 400നോടാണോ അടുത്ത് നിൽക്കുന്നത്? 900നോടാണ് അടുത്ത് നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് 27 സ്ക്വയർ അല്ലെ. അപ്പൊ 900നോട് അടുത്ത് നിൽക്കുന്നത് 30യോട് അടുത്ത് നിൽക്കുന്നത് 27 ആണ്. അതുകൊണ്ട് 27ന്റെ സ്ക്വയർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 27 into 27 എന്ത് കിട്ടും? 729 കിട്ടും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 729 is 27. ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതിന് എന്ത് വേണം, നമുക്ക് ആ ടേബിളും ആ റൂൾസ് ഒക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അടുത്ത നമ്പർ നോക്കിയാലോ, എന്താണ് പറയുന്നത്, ഏതാണ്? 400 ആണ് അല്ലെ. അപ്പൊ 400നെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണ്. അപ്പോ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 2s are 4 ആണ്. പിന്നെ വേറെ ഒന്നുമില്ല, ആ സീറോസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും എടുത്തെഴുതാണ്. ഇനി വീണ്ടും 2 കൊണ്ടാണ്. 2 1s are 2. ഇവിടെ ഒന്നുമില്ല, റിമൈൻഡറും ഇല്ല, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ സീറോസ് നമ്മൾ ഇറക്കി എഴുതി. ഇനി 2 നമുക്ക് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, സോ നമ്മളത് 10 ആയിട്ട് എടുക്കുകയാണ്. 2 5s are 10. അവിടെയും റിമൈൻഡർ ഒന്നുമില്ല, സോ അടുത്ത 0 നമ്മൾ ഇറക്കി എഴുതി. ഇനി ഇവിടെ ആണെങ്കിലോ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2s are 4 അല്ലെ. പോയിട്ട് എന്തുണ്ട്, റിമൈൻഡർ 1 ഉണ്ട്, അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇതെന്തായി, ഇനിയിപ്പോ ഇത് 10 ആണ്. ഇനിയിപ്പോ 0 അല്ല 10 ആണ് കേട്ടോ. അത് ആഡ് ചെയ്ത് വായിക്കരുത്, അത് അതിന്റെ ലെഫ്റ്റ് സൈഡിലുണ്ട് ആ നമ്പർ എന്ന രീതിക്ക് വേണം വായിക്കാൻ. ഓക്കെ, സോ 10 എന്ന് പറയുമ്പോൾ 2 5s are 10. കിട്ടിയില്ലേ? ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? അത് നടക്കില്ല അല്ലെ. ഇനി ഏതാണ്, 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 5s are 25. 5 1s are 5. അപ്പോ സ്ക്വയർ റൂട്ട് ഓഫ് 400 ഈക്വൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞു 2 തവണ വരുമ്പോ 1 തവണ നമുക്ക് എഴുതാം അല്ലെ. അടുത്തതും 2 തവണ വരുമ്പോ നമുക്ക് 1 തവണ എഴുതാം. വീണ്ടും 2 തവണ വരുമ്പോ നമുക്ക് 1 തവണ എഴുതാം. അപ്പൊ എന്തായി, 2 into 10 അല്ലെങ്കിൽ 20. കിട്ടിയില്ലേ? എളുപ്പമായിരുന്നല്ലേ? ഇനി നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് അല്ലെ, അതും നമുക്ക് ഡയറക്റ്റ് തന്നെ കിട്ടും. നമ്മൾ 10 സ്ക്വയർ എടുക്കുമ്പോൾ 100 വരും. 20 സ്ക്വയർ എടുക്കുമ്പോൾ ഓൾറെഡി 400 വന്നു. ഇനി നമ്മൾ വേറെ ഒന്നിലേക്കും പോകേണ്ട ആവശ്യമില്ല അല്ലെ. സ്ക്വയർ റൂട്ട് ഓഫ് 400 is 20. ക്ലിയർ ആണോ എല്ലാവർക്കും? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. $1,764.
ആദ്യം നമുക്ക് ഈവൻ ആണ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത നമ്പർ കൂടെ എടുക്കുന്നു അല്ലെ. 7 ആണ്. സോ ഒരുമിച്ച് വരുമ്പോ 17 ആയി. എത്ര ടൈംസ് പോകും? 8 ടൈംസ്. 8 2s are 16 ആണ്. പോയിട്ട് നമുക്ക് റിമൈൻഡർ 1 ഉണ്ട്. അപ്പൊ അതെന്തായി? 16 ആയി അല്ലെ. അടുത്തതും 16 ആയി. അതും 8 ടൈംസ് ആണ്. 8 2s are 16. റിമൈൻഡർ ഒന്നും ഇല്ല. റിമൈൻഡർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത നമ്പർ എടുക്കും അല്ലെ. അടുത്ത നമ്പർ എന്താണ്? 4 ആണ്. സോ 2 വന്നു. 2 2s are 4. ഇനി വീണ്ടും 2 ആണ് അല്ലെ. 4 ടൈംസ് 8 ആണ്. 4 ടൈംസ് 8 ആണ്. 1 ടൈം വന്നു. ഇനി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്താണ്? 3 നോക്കുക. ആഡ് ചെയ്ത് നോക്കിയേ. 4 + 4 + 1 9 കിട്ടി. 9 is divisible by 3. അതുകൊണ്ട് ഈ നമ്പറും 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 3 1s are 3 ആണ്. റിമൈൻഡർ 1 നമ്മൾ എവിടെ എഴുതി? 4 3s are 12. റിമൈൻഡർ 2 നമ്മൾ എവിടെ എഴുതി? 7 3s are 21. വീണ്ടും 7 8 12 ആണ് അല്ലെ. 12 3 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ നമുക്ക് ഇതിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ 4 3s are 12 വരും. വീണ്ടും 2 റിമൈൻഡർ. 9 3s are 27. ഏതിന്റെ സ്ക്വയർ ആണിത്? 7ന്റെ സ്ക്വയർ ആണല്ലേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ 5 കൊണ്ട് പറ്റില്ല. അടുത്ത പ്രൈം നമുക്ക് 7 ആണ്. അപ്പൊ 7 കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. 7ന്റെ സ്ക്വയർ ആണ്. നമുക്ക് കിട്ടിയില്ലേ? അപ്പൊ സ്ക്വയർ റൂട്ട് എടുത്താലോ നമുക്ക്? 2 തവണ വരുമ്പോ നമുക്ക് 1 തവണ എടുക്കാം അല്ലെ. 2 തവണ ഒരു നമ്പർ വരുമ്പോ 1 തവണ എടുക്കാം. അപ്പൊ ഇവിടെയോ ഒരു 2 വന്നു, ഒരു 3 വന്നു, പിന്നെ ഒരു 7 വന്നു. 6 7s are 42. 42ന്റെ സ്ക്വയർ ആണ് 1764 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയാം? സ്ക്വയർ റൂട്ട് ഓഫ് 1764 is 42. അപ്പൊ നമ്മുടെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത മെത്തേഡ് നമുക്ക് നോക്കിയാലോ. ഇതേ നമ്പർ തന്നെ അടുത്ത മെത്തേഡ് അല്ലേ. അപ്പോ നമ്മൾ നേരത്തെ നോക്കിയത് 10 സ്ക്വയർ 100, 20 സ്ക്വയർ 400, 30 സ്ക്വയർ 900 കിട്ടിയിരുന്നു. 40 സ്ക്വയർ ആണെങ്കിലോ 4ന്റെ സ്ക്വയർ 16, പിന്നെ 2 zeros അല്ലേ. 50 സ്ക്വയർ ആണെങ്കിൽ 5 സ്ക്വയർ 25, 2 zeros. ഇനി നമ്മൾ നോക്കുമ്പോ 1764 ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത് അല്ലെ. 1764. അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ്. ഇനി ലാസ്റ്റ് എന്തിലാണ് എൻഡ് ചെയ്യുന്നത്? 4ലാണ് എൻഡ് ചെയ്യുന്നത്. 4ൽ എൻഡ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് വരണം? ഒന്നെങ്കിൽ 42ന്റെ സ്ക്വയർ ആയിരിക്കും, ഇല്ലെങ്കിൽ 48ന്റെ സ്ക്വയർ ആയിരിക്കും അല്ലെ. ഏതിനോട് അടുത്താണ് നിൽക്കുന്നത്? 1600നോടാണോ അതോ 2500നോടാണോ? 1600നോട് അടുത്താണ് അല്ലെ. അപ്പൊ ഏതിനോട് നോക്കിക്കൊണ്ട് വരും നമുക്ക്? 42 സ്ക്വയർ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ തന്നെ എന്തായാലും ആൻസർ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ 48ലേക്ക് പോയാൽ മതി. ക്ലിയർ ആയോ? എല്ലാവർക്കും വേഗം കിട്ടിയോ? അപ്പൊ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് തോന്നുന്നത് അത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. $4096. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. 2 2s are 4 ആണ്. പിന്നെ 0 നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ താഴത്തേക്ക് ഇറക്കി എഴുതി. 2 4s are 8 ആണ്. 1 റിമൈൻഡർ വന്നു. ഇപ്പൊ എന്താ ഉള്ളത്? 16 ആണുള്ളത്. 2 8s are 16. വീണ്ടും ഡിവൈഡ് ചെയ്യാം. 2 1 2 0, പിന്നെ 2 4. 2 5s are 10, 1 2. 2 2s are 4, 1 അല്ലേ. 2 5s are 10, അപ്പോഴും 1 വന്നു. ഇനി 6 are 12. 2 1s are 2, 2 2s are 4, 1 റിമൈൻഡർ വന്നു. 8 2s are 16. അപ്പോ വീണ്ടും 2 കൊണ്ട് എന്താ വരാ? 6 2s are 12, 4 വന്നു. 2
32 വന്നു. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 16 കിട്ടും. 8, 4, 2 and 2 അല്ലേ? അപ്പൊ എന്താണ്, വേറെ ഒരു നമ്പേഴ്സും ഇല്ല, നമുക്ക് 2 മാത്രമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് അല്ലെ? 2 കൊണ്ട് വീണ്ടും വീണ്ടും അങ്ങ് ഡിവൈഡ് ചെയ്ത് പോവാണ്. എല്ലാവർക്കും കിട്ടിയോ കറക്റ്റ് ആയിട്ട്? സ്ക്വയർ റൂട്ട് എടുത്താലോ? രണ്ട് തവണ വരുമ്പോ നമുക്ക് ഒരു തവണ എടുക്കാം. വീണ്ടും 2 തവണ വരുമ്പോ ഒരു തവണ എടുക്കാം. നെക്സ്റ്റ് പെയറിന് വീണ്ടും ഒരു തവണ. ഇനി അടുത്ത പെയറിന് വീണ്ടും ഒരു തവണ. അടുത്ത പെയറിന് വീണ്ടും ഒരു തവണ. ലാസ്റ്റ് പെയർ അല്ലെ? എന്താ വന്നത്? എത്ര 2s ഉണ്ട്? 6 എണ്ണം ഉണ്ട് അല്ലെ? അപ്പോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 3ഉം അടുത്ത 3ഉം കൂടെ ചെയ്യാണ് കേട്ടോ. അപ്പൊ 2 into 2 into 2, 2നെ 3 തവണ മൾട്ടിപ്ലൈ ആണ്. അത് എന്ത് വരും? 8 വരും. ഓക്കെ, 8 ആണ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ 8 ടൈംസ് അടുത്തതും 8 തന്നെയാണ്. 8 times 8 64 ആണ് നമ്മുടെ ആൻസർ. 64 ആണ്. കിട്ടിയ എല്ലാവർക്കും? നിങ്ങൾക്ക് വേണമെങ്കിൽ 1 by 1 ചെയ്യാം കേട്ടോ. അപ്പൊ ടൈം എന്തായാലും കൂടുതൽ എടുക്കും. ഏറ്റവും ബെറ്റർ നിങ്ങൾ ഷോർട്ട് കട്ടിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി നമ്മുടെ സെക്കൻഡ് മെത്തേഡിലേക്ക് പോയാലോ? 10 square 100, 20 square 400, 30 square 900, 40 square 1600, പിന്നെ 50 square 2500, 60 square 3600, 70 square 4900. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4096 എന്ന് പറഞ്ഞാൽ ഇവിടെ എവിടെയോ ആണ് അല്ലെ? 4096 എവിടെയാണ്? 60 സ്ക്വയറിനും 70 സ്ക്വയറിനും ബിറ്റ്വീൻ ആണ്. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? നമ്മൾ കുറെ ചെയ്തു അല്ലേ? നമ്മൾ ഇതിനു മുമ്പും 2 ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ഇതൊരു സ്ക്വയർ ടേം ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ അത് 3600ഉം 4900ഉം ആണ്. അപ്പൊ അതിന്റെ ബിറ്റ്വീൻ ആയിരിക്കും വരുന്നത് 60 square 3600 and 70 square 4900. and നമ്മുടെ നമ്പർ 4096 ആണ് അല്ലെ? 6ൽ എൻഡ് ചെയ്യണമെങ്കിൽ ഏത് നമ്പേഴ്സ് ആയിരിക്കണം? 64 സ്ക്വയർ ആയിരിക്കാം, ഇല്ലെങ്കിൽ 66 സ്ക്വയർ ആയിരിക്കാം അല്ലെ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇതിനോട് അടുത്താണ് കിടക്കുന്നതെന്ന്? നോക്കിക്കേ, ഇവിടെ ഏകദേശം ഒരു 400 ആണ് ഇവിടെ അടുത്ത് കിടക്കുന്നത്. ഇവിടെ ഒരു 900ഓളം വരുന്നുണ്ട് അല്ലെ? അപ്പോഴും എന്താണ്? 60 സ്ക്വയറിനോട് അടുത്താണ് വരുന്നത്. ഓക്കെ, അപ്പൊ 64 സ്ക്വയർ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ 66 ചെക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ ആൻസർ എന്തായാലും 64 സ്ക്വയർ ആണ്, നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു അല്ലേ? അപ്പോ എല്ലാവർക്കും ഓക്കെ ആയോ? ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയത് അത് യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആണ് 7744. അപ്പൊ ചെയ്ത് നോക്കുക. ആൻസേഴ്സ് മറക്കാതെ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്തോ. ആൻസർ കണ്ടുപിടിച്ചിട്ട് മറക്കാതെ കമന്റ് ചെയ്യാം. അപ്പോ കുറച്ച് ഫോട്ടോസ് ഉണ്ടല്ലേ? ഇത് നമ്മുടെ CC+ലൂടെ കഴിഞ്ഞ വർഷം നവോദയ സ്കൂളിലേക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇതുപോലെ തന്നെ പോസ്റ്ററൊക്കെ വെക്കണ്ടേ അല്ലേ? അപ്പൊ നമ്മുടെ ബാച്ച് ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത പാർട്ടിലേക്ക് പോയാലോ നമുക്ക്? എന്താ പറയുന്നത്? If any perfect square number contains n digits, then square root will contain n by 2 digits. Okay? അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് 625. ഏതിന്റെ സ്ക്വയർ ആണെന്നറിയാമോ? 625. 25ന്റെ സ്ക്വയർ ആണ് കേട്ടോ.
ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഏതിന്റെ സ്ക്വയർ ആണെന്നുള്ളതല്ല. ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, സ്ക്വയർ റൂട്ട്, ഈ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴേക്കും അതില് എത്ര ഡിജിറ്റ്സ് ഉണ്ടാകും? ഇവിടെ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ അതെങ്ങനെയാണ്? അപ്പോൾ ആ നമ്പർ ഏതാണെന്നല്ല, അതിൽ എത്ര ഡിജിറ്റ് വരുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഇവിടെ 2 ഡിജിറ്റ് ആണുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് പറയാം 625ന്റെ സ്ക്വയർ റൂട്ടിൽ 2 ഡിജിറ്റ് ആണുള്ളത്. 25 ആണ് അതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. അതിൽ 2 ഡിജിറ്റ് ആണുള്ളത്. ഇനി വേറൊരു നമ്പർ 16 തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് 16ന്റെ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ് ഉണ്ട്? എത്ര ഡിജിറ്റ് ഉണ്ട്? 16ന്റെ സ്ക്വയർ റൂട്ട് എന്താണ്? 4 ആണ്. 1 ഡിജിറ്റ് ആണുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആക്ച്വലി അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കാതെ തന്നെ അതിൽ എത്ര ഡിജിറ്റ് ഉണ്ടാവും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഇതാ. ഫസ്റ്റ് തന്നിരിക്കുന്ന നമ്പർ നോക്കിക്കേ, ഓഡ് ആണോ ഈവൻ ആണോ? ഓഡാണ് അല്ലെ? ഓഡാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ 3 ഡിജിറ്റ് ആണെങ്കിൽ 3 കഴിഞ്ഞിട്ടുള്ള ഈവൻ ഏതാണ്? 4 അല്ലെ? അപ്പൊ 3 + 1 4നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് 2 കിട്ടും. അത്രയും നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആയിരിക്കും നമ്മുടെ സ്ക്വയർ റൂട്ടിൽ വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ഇപ്പൊ നമുക്കൊരു 5 ഡിജിറ്റ് ഉള്ള ഒരു നമ്പർ ആണ് തരുന്നെങ്കിൽ എന്ത് ചെയ്യണം? 5 ഡിജിറ്റ് ഉള്ള ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് അതിന്റെ അകത്ത് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 5 കഴിഞ്ഞിട്ടുള്ള ഈവൻ നമ്പർ 6/2 3 ആയിരിക്കും അതിന്റെ സ്ക്വയർ റൂട്ടിൽ നമുക്ക് നമ്പർ ഓഫ് ഡിജിറ്റ്സ് വരുന്നത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ അത് നമുക്ക് ഓഡ് ആണെങ്കിൽ, ഈവൻ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് നോക്കിയിട്ട് ഇപ്പൊ നമുക്ക് ഇവിടെ 2 ആണുള്ളത് അല്ലെ? 2 ഡിജിറ്റ് ആണുള്ളത്. അപ്പൊ 2/2 ഒരെണ്ണം വരും. ഓക്കെ, ഈവൻ ആണെങ്കിൽ ഡയറക്റ്റ് 2 കൊണ്ട് നമ്മൾ പകുതി ആക്കാണ് കേട്ടോ. ഡയറക്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക? അതിന്റെ നെക്സ്റ്റ് ഈവൻ നമ്പർ എടുത്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ക്ലിയർ ആയോ എല്ലാവർക്കും? ഒരു ക്വസ്റ്റ്യൻ ചെയ്താലോ? Okay, find the number of digits in the square root of each of the following numbers without actually finding the number. അതായത് ആക്ച്വലി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാതെ ഇതിന്റെ സ്ക്വയർ റൂട്ടിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട് എന്ന് പറയണം. പറയാൻ പറ്റുമോ? കുറച്ച് നമ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ? എങ്കിലും നമ്മൾ അതൊന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ പഠിച്ച കാര്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് 164 ആണ് അല്ലെ? 64ൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ആണ്. 64 6ഉം 4ഉം 2 ഡിജിറ്റ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ടിൽ അതിന്റെ ഹാഫ് 1 ഡിജിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ 144 എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ് ഉണ്ട്. 3ന്റെ ഹാഫ് എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിന്റെ അടുത്ത നമ്പർ 4 അല്ലെ? 4ന്റെ ഹാഫ് എടുക്കുന്നത്. 4ന്റെ ഹാഫ് എത്രയാണ്? 2 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ റൂട്ടിൽ 2 ഡിജിറ്റ് ആയിരിക്കും. ഒരു 2 ഡിജിറ്റ് നമ്പർ ആണ് ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിട്ട് വരുന്നത്. ഏതാണ്? 12 ആണ്. 2 ഡിജിറ്റ് ഉണ്ട് അല്ലെ? 1ഉം 2ഉം. അടുത്തതോ 4 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ ഈവൻ ആണ്. അതിന്റെ ഹാഫ് എടുക്കാൻ പറ്റും. അപ്പൊ ഇതും എന്താണ്? ഇതിന്റെ സ്ക്വയർ റൂട്ടിൽ നമുക്ക് എന്തുണ്ടാകും? 2 ഡിജിറ്റ്സ് ഉണ്ടാകും. അടുത്തത് പറയാവോ? വേഗം കമന്റ് ചെയ്തേ. നമുക്ക് 5 ഡിജിറ്റ് അവിടെ വരുന്നത്. 5ന്റെ ഹാഫ് എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ അടുത്ത നമ്പർ 6ന്റെ ഹാഫ് എടുക്കും അല്ലെ? 6ന്റെ ഹാഫ് എത്രയാ? 6ന്റെ പകുതി 3 ആണ് അല്ലെ? 6ന്റെ ഹാഫ് എന്ന് പറയുന്നത് 3 ആണ്. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 ആണ്. അപ്പോ ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 ഡിജിറ്റ്സ് ഉണ്ടാകും. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ അതിൽ 3 ഡിജിറ്റ്സ് ഉണ്ടാകും. നെക്സ്റ്റ് വണ്ണോ? അതും 3 തന്നെയാണ് അല്ലെ? 6 ഡിജിറ്റ്സ് അവിടെ ഓൾറെഡി ഉണ്ട്. അതിന്റെ ഹാഫ് എടുക്കുമ്പോൾ അതും 3 ഡിജിറ്റ് നമ്പർ ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? എളുപ്പമല്ലേ? അപ്പൊ നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ട് ഇതിന്റെ സ്ക്വയർ റൂട്ടിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും സോൾവ് ചെയ്യാൻ നിൽക്കരുത്. ഇത് ഉപയോഗിച്ച് ഡയറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ നവോദയയുടെ അടുത്ത വർഷത്തേക്കുള്ള ബാച്ച് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു ഡെമോ ആദ്യം ഉണ്ടാകും. ആ ഡെമോയിൽ നമ്മുടെ ക്ലാസ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് ഒരു മെന്റർ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അതായത് നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, നമ്മൾ ക്ലാസ്സിലല്ല അല്ലാതെ പഠിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ മെന്ററിനോട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട്, അതായത് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് പോർഷൻസ് കവർ ചെയ്യുന്നതാണ്. ഈ പോർഷൻസ് കവർ ചെയ്യുന്നത് നമുക്ക് റെക്കോർഡഡ് ആയിരിക്കും കേട്ടോ. ലൈവ് ക്ലാസ്സും ഉണ്ടാവും, റെക്കോർഡഡും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ് ഒക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് ആ ക്ലാസ് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ
നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പിന്നെ മോക്ക് എക്സാംസ് നമുക്ക് ഒരു കംപ്ലീറ്റ് എക്സാം ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതിനൊക്കെ നിങ്ങൾക്ക് മോക്ക് എക്സാംസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. താങ്ക്